Hello all, this is Anuja and you are watching Essence of Science. ഒരുപാട് പേർ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിസീസ്, അതായത് ക്യാൻസറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം എന്താണ് ക്യാൻസർ എന്ന് നോക്കി നോക്കാം. നമ്മുടെ ബോഡിയുടെ അകത്ത് ഒരുപാട് സെൽസ് പ്രസന്റ് ആണ്, അതായത് കോശങ്ങൾ പ്രസന്റ് ആണ്. ആൻഡ് ഈ സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? അവർ ഗ്രോ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു ആൻഡ് ദേ ഡൈ. ഇതൊരു ഓർഡർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില സെൽസ് അവർ വളർന്നുകൊണ്ടേ ഇരിക്കും ആൻഡ് ആ ഗ്രോത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒരു ഗ്രോത്ത് അല്ല. ആൻഡ് ഫൈനലി അവർ വളർന്ന് ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു ലംപ് പോലെ ഫോം ചെയ്യുന്നു. ആൻഡ് അതാണ് ക്യാൻസറസ് സെൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് എന്ന് നമുക്ക് നോക്കി നോക്കാം. സോ ഞാൻ എന്റെ ഡയബറ്റിസും കൊളസ്ട്രോൾ വീഡിയോയിലൊക്കെ മെൻഷൻ ചെയ്ത പോലെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണ് ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. എക്സസൈസ് ഇല്ലായ്മ, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കുക, ഇതൊക്കെ ഇതിന്റെ മെയിൻ റീസൺ ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ജനറ്റിക് റീസൺസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ യൂസേജ് ഓഫ് ടൊബാക്കോ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ആൽക്കഹോൾ ഒക്കെ ഇതിന്റെ ഒരു റീസൺ ആണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് നോക്കി നോക്കാം. ഇപ്പൊ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ലോങ് ലാസ്റ്റിംഗ് ടയേർഡ്നെസ് അനുഭവപ്പെട്ടേക്കാം. അതായത് ഒരുപാട് നീണ്ട നേരത്തേക്ക് വളരെയധികം ക്ഷീണം, പിന്നെ അതേപോലെ തന്നെ അമിതമായ അളവിൽ ഭാരം പെട്ടെന്ന് തന്നെ കുറഞ്ഞ പോലെ തോന്നിയേക്കാം. പിന്നെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ഉണ്ടായേക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ടൈപ്പ് ഓഫ് ക്യാൻസർ അനുസരിച്ച്, ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ആ ഒരു ബ്രസ്റ്റിന്റെ പോർഷൻ, ആ ഒരു ആം ഹോൾ ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് കുഞ്ഞ് ലംസ് ഫീൽ ചെയ്തേക്കാം. പിന്നെ ബാക്ക് പെയിൻ, ഇപ്പൊ ബോൺ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാകാം. പിന്നെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫ്രാക്ചേഴ്സ് ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ക്യാൻസർ പേഷ്യൻസിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. എന്ന് കരുതി ഈ സിംറ്റംസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആണ് എന്ന് കൺഫേം ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്സും ഇതിന് വളരെയധികം എസെൻഷ്യൽ ആണ്. ഇനി നമുക്ക് സ്റ്റേജസ് ഓഫ് ക്യാൻസർ നോക്കി നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റേജ് 0 ആൻഡ് ഈ സ്റ്റേജിനകത്ത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 100% ക്യൂറബിൾ ആണ്. ഇപ്പൊ സ്റ്റേജ് 0-നകത്ത് നമ്മുടെ ബോഡിയുടെ അകത്ത് കുറച്ച് അബ്നോർമൽ സെൽസ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അവര് ക്യാൻസറസ് സെൽസ് ആയിട്ട് മാറിയിട്ടുണ്ടാവുകയില്ല. നമുക്കിതൊരു മാമോഗ്രാം അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി പോലെയുള്ള വ്യത്യസ്ത ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണോ അക്കോർഡിംഗ്ലി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് അബ്നോർമൽ സെൽസ് ഐഡന്റിഫൈ ചെയ്ത് 100% ക്യൂറിങ്ങും പോസിബിൾ ആണ്. ഇനി സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ ചെറിയ ഒരു ലംപ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇതും ട്രീറ്റ്മെന്റ്, പ്രോപ്പറായി ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ക്യൂറിംഗ് ഇസ് പോസിബിൾ, ഹൈ സക്സസ് റേറ്റ് ഉള്ളതാണ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് CT സ്കാൻ അല്ലെങ്കിൽ ബയോപ്സി വഴിയാണ് നമുക്ക് ഇവിടെ ക്യാൻസറസ് സെൽസിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാവുന്നത്. ഇനി നമുക്ക് എന്താണ് സ്റ്റേജ് 2 ക്യാൻസർ നോക്കി വെക്കാം. സ്റ്റേജ് 2 ക്യാൻസറിനകത്ത് ഈ ലംപ് കുറച്ചും കൂടി വലുപ്പം വെക്കും, അതേപോലെ തന്നെ സ്പ്രെഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ബോഡിയുടെ അകത്തുള്ള സെൽസ് വളർന്നുകൊണ്ടേയിരിക്കുക അല്ലെ, നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, അതാണ് ഈ ക്യാൻസറസ് സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സ്പ്രെഡിങ് സ്റ്റാർട്ട് ചെയ്യും. അതിന് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ സ്റ്റേജ് 2-നകത്താണ് ഈ ലോ ലെവൽ ആയിട്ടുള്ള സ്പ്രെഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോ ലെവൽ സ്പ്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ ബൈ ഓർഗൻസിലോട്ടേക്കും ടിഷ്യൂസിലോട്ടേക്കും സ്പ്രെഡിങ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റേജ് 3 എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗൻസിലോട്ടേക്കും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ബോൺസ്, ലങ്സ്, ലിവറിലോട്ടേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇത് നമുക്ക് സർജറി, കീമോ വഴിയെല്ലാം റിമൂവ് ചെയ്യാൻ കഴിയാവുന്നതാണ്. പക്ഷെ ഇതിനകത്തുള്ള റിസ്ക്കും അതേപോലെ തന്നെ ഓരോ സ്റ്റേജിലും റിസ്ക്കും അതേപോലെ തന്നെ കൂടി കൂടി വരികയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതാണ് ദ ഫൈനൽ സ്റ്റേജ്, സ്റ്റേജ് 4. പക്ഷെ ആസ് ദി മെഡിക്കൽ കണ്ടീഷൻസ് ആർ ഗ്രോയിങ്, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പക്ഷെ ഏറ്റവും നല്ലത് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ. റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് ഇതിന് അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഒരു 20s അങ്ങനെ ഏർലി ഏജസിലൊക്കെ ആണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ബ്ലഡ് ചെക്കപ്സും പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻസും അതൊക്കെ വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏർലി സ്റ്റേജ് ക്യാൻസർ ഡിറ്റക്ഷന് വേണ്ടി. അതേപോലെ തന്നെ 45+ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊളോണോസ്കോപ്പി, മാമോഗ്രാംസ് അതൊക്കെ നിങ്ങൾക്ക് വൺസ് ഇൻ എ ഇയർ ചെയ്യാവുന്നതാണ്. പിന്നെ 50+ ആയി കഴിഞ്ഞാൽ 1 to 2 times in a year ബ്ലഡ് ചെക്കപ്സ് ഒക്കെ വളരെയധികം എസെൻഷ്യൽ ആണ്. ഇനിയിപ്പോ നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ മുൻപ് ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ജനറ്റിക്സ് വഴി നിങ്ങൾക്ക് കിട്ടുവാനുള്ള ചാൻസസ് കൂടുതലാണെങ്കിൽ എവറി 6 months നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെക്കപ്സ് എല്ലാം ചെയ്യാവുന്നതാണ്. ആസ് യു ഓൾ നോ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. സോ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് അറിയുന്നതിന് വേണ്ടി ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോമെന്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ്. താങ്ക് യു.